ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും LDF-ന്റെയും പ്രതിനിധികളോടാണ് ചോദിക്കുന്നത്. സിമ്പിൾ ചോദ്യം, എന്താ നിങ്ങളുടെ പരിപാടി? ആരാ നിങ്ങളുടെ നേതാവ്? ഒന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നേതാവ്. ഈ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി. ആർക്കാ സംശയം? ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി. പൊതുജനത്തിനെ കഴുതയാക്കുന്ന ഈ രണ്ട് മുന്നണിയും ഇവര് രണ്ടുപേരും ആര് ജയിച്ചാലും ആര് കോട്ടയോ ഒറ്റാൾക്ക എന്തിനാണ് ഈ സാധാരണക്കാരനെ കഴുതയാക്കുന്നത്? രണ്ടുപേർക്ക് നിന്നാ പോരെ? ഇവര് വാളയാറ് കടന്നു കഴിഞ്ഞാൽ ഒരു മുന്നണി. ശരി, മത്സരാജ ജോസ് മറുപടി. അല്ല, അത് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയം ഏകമാനമാകണം എന്ന് പറയുന്നത് ശരിയല്ല. ഓരോ സംസ്ഥാനത്തിനും ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെ അനുസരിച്ചാണ് അതാത് സംസ്ഥാനം. ഇത്രയും ചെലവഴിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ മത്സരിക്കേണ്ടതുണ്ടോ? മത്സരിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് വളരെ ശക്തമായ, നേരത്തെ പറഞ്ഞ പണം കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടാത്ത ജനപ്രതിനിധികളെ സംഭാവന ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ ഉറപ്പായിട്ടും എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് 25 കോടിയല്ല എന്നെ രാഷ്ട്രപതിയാക്കാമെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നിൽ അങ്ങനെ ഒരു അവിശ്വാസത്തിലെ കണിക പോലും വെക്കരുതെന്നാണ് TN പ്രതാപൻ പറഞ്ഞത്. TN പ്രതാപനേക്കാൾ എത്രയോ ഉന്നതന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരാണ് മാറിയത്. ഇപ്പൊ ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ഇതാ ഒരു സെക്കൻഡ് മുമ്പേ മാറി. അത്രമാത്രം ഈ എപ്പോ വേണമെങ്കിലും BJP ആകാൻ കഴിയുന്ന കോൺഗ്രസുകാരെ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പെട്ടെന്ന് ചോദ്യം ഒരു കാര്യം പറയട്ടെ. ഒരൊറ്റ കാര്യം, ജയിലിൽ പോകണോ മുഖ്യമന്ത്രിയാകണോ? ഇതാണ് ചോദ്യം. ജയിലിൽ പോകണമോ മുഖ്യമന്ത്രിയാകണോ? 6 മാസം മുമ്പ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ശിവസേന നേതാവിനോട് ചോദിച്ചു. ആര് ചോദിച്ചു? അമിത്ഷാ ചോദിച്ചു. എന്താ ചോദ്യം? ജയിലിൽ പോണോ മുഖ്യമന്ത്രിയാകണോ? അജിത് പവാറിനോട് ചോദിച്ചു. എന്താ കാരണം? അജിത് പവാറിനോട് ചോദിച്ചു. ജയിലിൽ പോണോ മന്ത്രിയാവണോ? ഇഡിയെ ഉപയോഗിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ആളുകളെ ജയിലിലടയ്ക്കുന്ന അതേ ഇഡി ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അന്വേഷണം വേണമെന്ന് നിങ്ങളല്ലേ പറയുന്നത്? അതെ പറഞ്ഞു വരട്ടെ. 2020 മുതൽ വീണ വിജയനെതിരെയുള്ള കേസ് ഇഡി അന്വേഷിക്കുന്നു. എപ്പോഴാ പുറത്തു വന്നേ? 38 തവണ ലാവ്ലിംഗ് കേസ് മാറ്റിവെച്ചു. എന്താ മാറ്റിവെച്ചേ? അപ്പോ ഇവിടെ എല്ലാവർക്കും അറിയാം, ഇടതുപക്ഷങ്ങളും BJPയും തമ്മിലുള്ള ഒരു അന്തർധാര. ആ അന്തർധാര വളരെ വർഷങ്ങളായി. ആ അന്തർധാരക്കെതിരെയായിരിക്കും തൃശ്ശൂരിന്റെ വിധിയെഴുത്ത്. എനിക്ക് അനീഷിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ അടവ് നയം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്ര കോൺഗ്രസ് MPമാരെയാണ് നിങ്ങൾ വിലക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ? കാരണം കേരളം ഇതിൽ നിന്ന് അകലെയല്ല. കാരണം നമ്മുടെ തൊട്ടടുത്ത കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് ഒരു MLA ഈ കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ച് BJP ചേർന്നിരിക്കുന്നത്. അവിടെ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണ്. കന്യാകുമാരി രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്ന സ്ഥലമാണ് എന്നാണ് നേരത്തെ കേട്ടത്. അവിടെ പിടിച്ചിരിക്കുകയാണ്. അതുപോലെ ഇന്ന് വിക്രമാദിത്യ സിംഗ് ഉൾപ്പെടെയുള്ള ഹിമാചലിലെ MLA-മാര് 6 MLA-മാർ മാത്രമല്ല, ഉത്തർപ്രദേശിൽ 7 MLA-മാർ സമാജ്വാദി പാർട്ടി. തോറ്റത് അഭിഷേക് ബാനു സിംഗ്വി. അതാണ് പ്രശ്നം. നിങ്ങൾ ഈ കുതിരക്കച്ചവടം എന്നതാണ് ചോദ്യം. കുതിരക്കച്ചവടത്തിന്റെ അടവ് നയം നിങ്ങൾ എത്ര ഉപയോഗിച്ചു? മറുപടി അല്ല, ഒരു നിമിഷം, ഒരു പ്രതികരണം കൂടെ കേട്ടിട്ട് വരാം. അതെ, കഴിഞ്ഞ ചർച്ചയില് പാർട്ടി കോൺഗ്രസ് ഇപ്പൊ CPI ഞങ്ങള് ഒരു കാര്യം കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഇവിടെ ജനങ്ങൾ ഉറങ്ങില്ല. കാരണം ഇവിടെ സൊസൈറ്റിയിൽ കൊണ്ടിട്ട കാശ് കട്ടമുടിച്ചത് സുനിൽകുമാറും നിങ്ങളാ. സുനിൽകുമാറ് 5 വർഷമായി എവിടെയായിരുന്നു? തെരഞ്ഞെടുപ്പായപ്പോൾ കയറി വന്നു. എവിടെ സുനിൽകുമാർ? അതേപോലെ തന്നെ അതെ, സുരേഷ് ഗോപി ജനമനസ്സിലുണ്ട്. ജാതിയില്ല, മതമില്ല, എല്ലാവർക്കും സഹായം കൊടുക്കും. ആ സുരേഷ് ഗോപി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? അയ്യപ്പനെ സേവിക്കാൻ ബ്രാഹ്മണനാവണമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അയ്യപ്പനെ
ആ ഓക്കെ. അപ്പൊ ഒരു നിമിഷം അതല്ല, ചേട്ടൻ കഴിഞ്ഞ തവണ കോൺഗ്രസ് ആയിരുന്നു, ഇപ്പൊ CPI എന്ന് പറയുന്നു, ശരിയാണോ? ശരിയാണ്. ആ എന്താ കാര്യം? കേരളത്തിലെ കോൺഗ്രസ്സുകാരെ എന്നെ അടക്കം BJP വല വീശിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ CPI ചേർന്നത്. രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തമാശ പറയല്ല. എന്നെ അടക്കം BJP വല വീശുന്നതിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുക. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് വലവേശി പിടിച്ചാൽ ഞാൻ പോവാതിരിക്കാൻ CPIയിലേക്ക് പോയി, അത് ഇടുക. അതായത് ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും ജോസ് വള്ളൂർ, അതായത് എന്നെ വലവേശി പിടിച്ചാൽ ഞാൻ അങ്ങ് പോവാതിരിക്കാൻ CPI പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനിൽ പങ്കെടുത്ത് കൺവെൻഷനിൽ പോയ ആളാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പൊ എവിടെയാന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു. ഇവിടെ വിഷയം അതല്ല. വിഷയം തൃശൂർ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പ്